ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. വളരെ ചെറിയൊരു മിനി വ്ളോഗാണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. ഇന്ന് എൻ്റെ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ പോകാനുള്ള ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും വേഗം തീർക്കാനുള്ള തിരക്കിലാട്ടോ ഞാൻ. ഉമ്മക്ക് കുറേ ആയിക്കണ ചെവി വേദന തുടങ്ങിയിട്ട് കുറേ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. നോക്കുമ്പോൾ അവരൊക്കെ പറയും ഒരു പ്രശ്നമില്ല, ഇൻഫെക്ഷനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാന്ന്. ഈയിടെയായിട്ട് വല്ലാതെ കൂട്ടിയിട്ട് ചെവി വേദന. അപ്പോൾ ഞങ്ങൾ മഞ്ചേരി മാനു ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കാണിച്ചു. അവിടുന്ന് പറഞ്ഞത് ചെവിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് തന്നെയാണ് കേട്ടോ. പക്ഷേ പല്ലിന് നല്ല പ്രശ്നമുണ്ട്, വേഗം തന്നെ പല്ല് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ തന്നെ മഞ്ചേരി ജില്ലാശുപത്രിൻ്റെ അടുത്തുള്ള അഭയ ഡെൻ്റൽ ക്ലിനിക്ക് പോയിട്ടോ. അവിടുന്ന് ഡോക്ടർ 3 ദിവസത്തിന് മരുന്ന് കൊടുത്തു. മരുന്ന് കുടിച്ചിട്ട് കാണിക്കാൻ പറഞ്ഞതാണ്. ഇന്നാണ് കാണിക്കാനുള്ള ദിവസം. അതിന് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ലഞ്ചിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ വേഗം തന്നെ ഒരുക്കുകയാണ്. ഉച്ചക്ക് ചോറിനുള്ള പയറും ചിക്കൻ ഫ്രൈ ചെയ്തും ഒരാൾക്ക് സ്കൂൾക്ക് കേങ്ങ് പൊരിച്ചതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഉണ്ടാക്കി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ആയിരുന്നു കേട്ടോ. പിന്നെ വേഗം ചോറും ഒക്കെ റെഡിയാക്കി. ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഞാൻ വേഗം ആ എണ്ണയ്ക്ക് തന്നെ സോയാബീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ. ഇവിടെ രണ്ടാൾക്കും 2 ഇഷ്ടങ്ങളൊക്കെയാണ്. ഓരോ ദിവസം ഓരോ മെനു എനിക്ക് തരിക. അങ്ങനെ ഒരുവിധം അതൊക്കെ റെഡിയാക്കിയ ശേഷം വേഗം തന്നെ ഓൽക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. സ്നാക്കിന് ഇന്നൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബേക്കറി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ട് മോളെ മുടി കെട്ടിക്കൊടുക്കാൻ പോയി. ഞാൻ സാധാരണ 2 കൊമ്പാക്കിയാണ് കെട്ടിക്കൊടുക്കല്. ഇന്നിപ്പോൾ കെട്ടവരിക്കപ്പോൾ അത് വേണ്ടെന്നാണ് അവൾ പറയണ കേട്ടോ. ഏതായാലും അവളെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു അവൾ പറഞ്ഞ പോലെ തന്നെ കെട്ടിക്കൊടുത്തു. പിന്നെ ഒരു സ്ലൈഡ് അവിടെ വെച്ചെടുത്തു. അത് കഴിഞ്ഞ് വേഗം ഒന്ന് കൺമഷിയൊക്കെ ഒന്ന് ഇട്ടെടുത്ത് അവളെ ഒരുക്കി. ഒക്കെ കഴിഞ്ഞ് ബസ് വന്ന് അവർ പോയി കേട്ടോ. പിന്നെ കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ്, ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ തിരിഞ്ഞു കേട്ടോ. വേഗം തന്നെ അകടിച്ചു വരലും ബെഡ്ഷീറ്റ് വിരിച്ച് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം പണികളൊക്കെ തീർത്തൂല്ലേ, നേരം വൈകൂലേ. അങ്ങനെ കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കി കേട്ടോ. പണികളൊക്കെ തീർന്നപ്പോഴേക്കും ചെറിയ മോനെ എണീറ്റ് വന്നു. മോന് ഫുഡിനാണ് കയറി ഇരിക്കണത് കേട്ടോ. പിന്നെ ഓനക്കുള്ള ഫുഡ് വേഗം ഉണ്ടാക്കി. ചിലന്ന് ഞാൻ ദോശ എടുക്കും, ചിലന്ന് അമൃതം കൊടുക്കും. അതൊക്കെ കൊടുത്ത് ഞങ്ങൾ വേഗം മാറ്റി ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് വീട്ടിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വീട്ടിലെത്തി ഉമ്മാനെയും കൊണ്ട് ബസ്സത്തൊക്കെ നിന്നപ്പോൾ ബസ് ഞാൻ വരുന്നതിന് മുമ്പാണ് പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ കിട്ടിയിട്ട് അപ്പം തന്നെ, അതുകൊണ്ട് പെട്ടെന്ന് എത്താനായി. മഞ്ചേരിയൊക്കെ എത്തിയപ്പം നല്ല മഴ തന്നെയാണ്. മഴക്കൊന്നൊരു കുറവില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിട്ടോ. എനിക്കും എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും പല്ലിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെയായിട്ട് സ്ഥിരം വരാറുള്ളത്.
ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടേഴ്സും ഒക്കെ നല്ല സ്വഭാവം കേട്ടോ, നല്ല പെരുമാറ്റമാണ്. പിന്നെ നമുക്ക് നല്ല സൗകര്യങ്ങളും ഉണ്ട്. 3-4 ഡോക്ടർമാരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. ഇരിക്കാനും ഒക്കത്തിനും സ്പേസും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് മഴ ആയതുകൊണ്ട് വലിയ തിരക്കില്ലേന് ഞങ്ങൾ ചെന്നപ്പോൾ കേട്ടോ. ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് പോരാനായപ്പോഴത്തേന് നല്ല തിരക്കായി. അമ്മനു വലിയ അലമ്പൊന്നും ഉണ്ടാക്കാതെ അവിടെ കൂടെ നടന്ന് അങ്ങനെ പോയിട്ടോ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അവിടേക്ക് ഇളങ്കൊക്കുള്ള ബസ് ഉണ്ടായിരുന്നു. ബസ് അപ്പണം നിർത്തിയിട്ടുള്ളായിരുന്നു കേട്ടോ അവിടെ. ബസ്സിലെത്തിയപ്പോഴേക്കും അവൻ്റെ സ്വഭാവം ചെറുതായിട്ട് മാറൽ തുടങ്ങിയിരുന്നു. ഉറക്കം വരലും വിശപ്പൊക്കെ പടായിട്ട് അലമ്പാക്കി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിൽ ബൈ ബൈ.